ഹലോ. ഹലോ സന്ദീപേ. ആ ആ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നു. അല്ല എനിക്കിന്ന് വരാൻ പറ്റൂല. നീ അയ്യോ, ഇങ്ങോട്ട് വരുവോ? അങ്ങോട്ടോ? ആ അങ്ങോട്ട് വന്ന അന്നല്ലേ പറഞ്ഞ അങ്ങോട്ട് വന്നാല് വല്ല പ്രശ്നമാവോ എന്നുള്ളതല്ലേ ഞാൻ അന്ന് ചോദിച്ചത്. എല്ലാം ഇങ്ങോട്ട് വന്നൂടെ? അല്ല നമുക്കിവിടെ പാർക്കിൽ ഇരുന്നാ പോരെ? അങ്ങോട്ട് വരാൻ പറ്റൂല, അതുകൊണ്ടാണ്. എനിക്ക് കുറച്ച് അതെന്താ? തിരക്കുണ്ട്. അതെന്താ തിരക്ക്? അല്ല, ജോലി തിരക്കും കുറച്ച് കാര്യങ്ങളുണ്ട് വീട്ടില്, അതുകൊണ്ടാ. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ലൊക്കേഷൻ അയച്ചാൽ വരാം ഞാന്. പക്ഷേങ്കില് എനിക്കറിയേണ്ടത് അവിടെ നിങ്ങൾ ചെറിയ നാട്ടും പുറമോത്ത സ്ഥലമല്ലേ? അതെ. വരുമ്പോ ആൾക്കാർ ശ്രദ്ധിക്കുമോ എന്നുള്ളതാണ് എനിക്ക് ഇല്ല, അറിയാം. ആൾക്കാരെന്നാ നിങ്ങൾ എന്നെ കാണാനല്ലേ വരുന്നത്, പിന്നെ എന്തിനാ? അത് കാണാൻ തന്നെ. നിങ്ങൾ ഒറ്റക്ക് തനിച്ച് താമസിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക്, കാരണം അങ്ങനെയുള്ളവരൊക്കെ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യും, ശ്രദ്ധിക്കും ആരൊക്കെ പോകുന്നത് വരുന്നത് എന്നൊക്കെ അവര് നോക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ല, ഞാനത് പറഞ്ഞോളൂ, എന്റെ ബന്ധുവാന്ന് പറഞ്ഞോളൂ. അല്ല അങ്ങനെ തൊട്ടടുത്തൊക്കെ വീടുണ്ടോ? ഇല്ല, തൊട്ടടുത്തൊന്നുമില്ല, കുറച്ച് ദൂരെയായിട്ടാണ് വീട്. ആ ഉം. ആ പിന്നെ വന്നാല് ഇത് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോ വീട്ടില്? ഓ, അതിനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. അല്ല, എനക്കൊന്ന് നേരിട്ട് കാണാലോ എന്ന് വിചാരിച്ചിട്ടാ. ഇങ്ങോട്ട് വന്നാലും നമുക്ക് സൗകര്യമില്ല ഒന്ന് പറയാനും മിണ്ടാനെല്ലാം. അല്ല, നല്ലത് വീട്ടിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പാർക്കിലൊക്കെ ഇരുന്നിട്ട് പലതൊക്കെ എന്തെങ്കിലും കാണിച്ച് ആൾക്കാരൊക്കെ കാണുമല്ലോ. അതെ, ഞാനും മറ്റോ അന്നേരം അങ്ങോട്ട് പാർക്കിലെല്ലാം വരുമ്പം ആളുകൾ വിചാരിക്കൂലേ. അതെ. പക്ഷെ വീട്ടില് ഞാൻ വെറുതെ ചുമ്മാ ഇങ്ങനെ കാണാ സംസാരിക്കുന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? അല്ല, പിന്നെ അതൊക്കെ ഇപ്പം വേണമാണ്. അല്ല, അത് ആളിന്ന് തൊട്ട് സംസാരിക്കാനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ ഉള്ളൊരു കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഒന്നാമത്തേല് അല്ല, നിങ്ങളെ പുറകെ തന്നെ ഞാൻ കൂടിയത്. ഇന്ന് നമുക്ക് കണ്ട് ഒന്ന് പരിചയപ്പെട്ട് ചായയെല്ലാം കുടിച്ചങ്ങനെ പിന്നെ പോരെ. ആ ചായയെല്ലാം കുടിച്ച് പിന്നെ നമുക്ക് ഒന്ന് വേറെ ആരും ഇല്ലല്ലോ വീട്ടിലല്ലേ? ഇല്ല, വേറെ ഒന്നുമില്ല. മോന് സ്കൂളിൽ പോയില്ലേ? അത് കുഴപ്പമില്ല. നമുക്ക് ഒന്ന് അടുത്തിടപഴകിയാൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അല്ല നിങ്ങള് ഏ അല്ല അത് പിന്നെ അങ്ങനെ ഇന്ന് വേണ്ടപ്പോ നമുക്ക് ഇന്ന് ഒന്ന് പരിചയപ്പെടാം. നിങ്ങളെനക്ക് കാണണ്ടേ ഒന്ന്? കാണാ. എന്തായാലും കാണുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ അങ്ങനെ കുറെ മോഹമെല്ലാം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടിമുട്ടി നിൽക്കുന്നത്. നിങ്ങളൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ അടുത്ത് കിട്ടാൻ വേണ്ടി. മോഹം എന്നെല്ലാം പറഞ്ഞാല്, അല്ല, ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ എനക്കൊരു അല്ല, നമുക്ക് വീട്ടിൽ വന്ന് ഞാൻ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളങ്ങ് റെഡി ആവുമല്ലോ. ആ എനിക്കങ്ങനത്തെ പ്രശ്നമില്ല. ഞാൻ നിങ്ങളെ കണ്ടത്, അപ്പൊ നിങ്ങളെന്നെ കാണാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതെ, എനക്ക് ഒന്ന് നിങ്ങളെ കാണണമെന്നുണ്ട്. ആളെങ്ങനെയാണെന്നും കൂടി എനിക്ക് അറിയണ്ടേ. അത് വിചാരിച്ചിട്ടാണ്. വീട്ടിൽ വന്നാ പിന്നെ സൗകര്യമായി ഒന്ന് സംസാരിക്കാം. പിന്നെ കുറെ കാലമായിട്ട് ഹസ്ബൻഡ് ഇല്ലല്ലോ ഒരുമിച്ച്. അല്ല, ഹസ്ബൻഡ് ഇല്ല, പക്ഷെ ഉം, അതിന്റെ കുറെ ആഗ്രഹങ്ങളൊക്കെ കാണൂലേ? നമുക്ക് അതൊക്കെ അങ്ങ് കംപ്ലീറ്റ് ചെയ്താലെയാ അവിടെ വന്നിട്ടാ ആഗ്രഹമെല്ലാം ഉണ്ട്. പക്ഷേങ്കില് ഇന്നത് ശരിയാവും അറിയില്ല കേട്ടോ. ഇന്ന് വേറെ തടസ്സമൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായ? മനസ്സിലായി. അല്ല, വേറെ തടസ്സമൊന്നുമില്ല. പക്ഷേങ്കില് ആളുകളെല്ലാം അല്ല, പൊട്ടനാ. ഞാനെങ്ങനെ നിങ്ങളോട് പറയേണ്ടത്? അത് നമുക്കൊന്ന് നോക്കിയിട്ട് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇതൊന്നും നോക്കൂല. ചിലപ്പോ എനിക്ക് നിങ്ങളെ കാണുമ്പോ ഒരു ഇതൊക്കെ തോന്നും ഉറപ്പായിട്ടും. അല്ല, ഇന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ജസ്റ്റൊന്ന് കാണാ. കാണുക, പരിചയപ്പെടുക, എന്ത് പിന്നെ നമുക്ക് പരിചയപ്പെടാൻ കാണാലോ.
നമ്മളെന്തിനാ ഈ പരിചയപ്പെടുന്നത്? നമ്മൾ ഇത്രയും പരിചയമായില്ല, ഫോണിലൂടെ സംസാരിച്ചിട്ടാണെങ്കിലും. അല്ല, ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അതെങ്ങനെയാണ്? അത് കണ്ടാർക്ക് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. പക്ഷെ ഏ അതൊക്കെ കണ്ടാർക്ക് ഇഷ്ടാവും. എനിക്ക് അല്ല, എനിക്ക് ഇഷ്ടാവൂന്ന് അതെങ്ങനെയാ അറിയാം? നിങ്ങൾക്ക് ഇഷ്ടാവും തന്നെ ഞാൻ പറഞ്ഞത്. പിന്നെ മെയിനായിട്ട് ഇഷ്ടപ്പെടേണ്ടത് അതും കൂടിയല്ലേ. നമുക്കൊന്ന് ഒരു എന്താ പറയാ, ഈ ഒരു തമാശയിൽ പറഞ്ഞ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നോക്കുന്നത് നല്ലതല്ലേ? അത് നല്ല കണ്ടീഷൻ ആണോ എന്നൊക്കെ. ഞാൻ ഇതുവരെ പുറത്തൊന്നും ഓടാതെ പുതിയതാണ് കേട്ടാ. അല്ല, നിങ്ങള് പറഞ്ഞല്ലോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? എനിക്ക് പിന്നെ അല്ല, ഞാൻ കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ടെന്ന് അറിയാലോ. അതെല്ലാം അറിയാം. അതുകൊണ്ടാണല്ലേ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു തോന്നൽ വന്നത്. അല്ല, എന്തായാലും നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് ഇന്ന് നമ്മൾ രണ്ടാളും ഒരു ആഗ്രഹം സാധിക്കാം. എന്താ? നിങ്ങൾ വാ ആദ്യം നോക്കട്ടെ. എന്തായാലും ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് അങ്ങോട്ട് വരുന്നല്ലേ. അതെ, വന്നിട്ട് നമുക്ക് ആലോചിക്കാം. ആലോചിച്ചിട്ട് എസ് തന്നെ പറയണം, നോ പറയരുത്. അല്ല, നിങ്ങളെ കണ്ട് എനിക്ക് ഒരു മനസ്സിന് ഒരു നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ ഒരാളെ കാണുമ്പോ. അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടും. കണ്ടിട്ട് ഞാൻ പറയാ. ഇല്ല പിന്നെ അല്ല, അത് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പിന്നെ ഒഴിവാക്കരുത്, അത്രേ ഉള്ളൂ. ഇല്ല, താല്പര്യമില്ല എന്നൊന്നും പറയില്ല, പക്ഷെ എനക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണണോ, അതാണ്. ആയിക്കോട്ടെ, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒന്ന് എല്ലാ രീതിയിലും ഒന്ന് പരിചയപ്പെട്ടൂടെ? കണ്ട് ഇഷ്ടപ്പെട്ടാല് നോക്കാം. കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് എന്തായാലും എന്നെ ഇഷ്ടപ്പെടും. പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ, നമ്മളെങ്ങനെയാണെന്നും കൂടി അറിയണ്ടേ. അത് എന്തായാലും അതെന്തായാലും നമുക്ക് ഇന്ന് ശരിയാക്കാം. അതുകൊണ്ടാണ് രാവിലെ തന്നെ വിളിച്ചേ. രാവിലെ തന്നെ വിളിച്ചത് അതാ. അല്ല, ഞാൻ ഇന്ന് വരുന്നാണല്ലോ പറഞ്ഞത്. രാവിലെ മോന് പോയാൽ വരുന്നാണല്ലോ. അപ്പൊ പിന്നെ പറഞ്ഞിട്ടില്ലേ, പിന്നെ അന്നേത്തെ പോലെ ഞാൻ പിന്നെ മറന്നുപോയാലോ എന്ന് വിചാരിച്ചു. അല്ല, അതെ, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കൂല്ലെന്നൊന്നും അറിയാതെ കൊണ്ടാണ് ഞാൻ പിന്നെ വിളിക്കാതിരുന്നത്. വരുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ചെന്നാല് സൗകര്യമാകുമ്പോൾ റെഡി ആയിട്ട് വരുമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളിപ്പോ വീട്ടിലാണോ ഉള്ളത്? ഞാൻ വീട്ടിലാവുള്ളേ. ഇനി പുറത്തൊന്നും അറിയില്ല. ഇപ്പം രാവിലെ വിളിച്ചോണ്ട് ഇപ്പൊ നേരെ അങ്ങോട്ടേക്ക് വരാനുള്ള സെറ്റപ്പ് നോക്കണം. പിന്നെ അധികം ലേറ്റ് ആവാണ്ട് ഇറങ്ങിക്കോളൂ. ഞാൻ ബസ്സിന് വന്നിട്ട് വരണോ? ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ബൈക്കിൽ വരാം അല്ലേ? ബൈക്കിൽ വന്നു വീട് വരെ വരൂലേ വണ്ടി? വീട് വരെ വരും. എന്നാല് ലൊക്കേഷൻ അയച്ചാല് കറക്റ്റ് അത് വെച്ചങ്ങ് വന്നാ പോരെ അല്ലേ? അവിടെ വെച്ച് വന്നാ മതി. അന്നേരം എന്തായാലും മാറിപ്പോവില്ല. വീടിന്റെ കളറൊക്കെ എങ്ങനെയായിരിക്കും? അല്ല, വീടിന്റെ കളർ ഞാന് പിന്നെ അവിടെ ഇവിടെ റോഡിന് നിക്കാം. എത്തുമ്പോ അവിടെ എത്തുമ്പോ വിളിച്ചാൽ മതി. ഞാൻ വന്നിട്ട് ഇവിടുന്ന് വിടുമ്പോ ഞാൻ വിളിക്കാം അല്ലേ? എന്നാ ഓക്കെ, ലൊക്കേഷൻ അയക്ക്. ബാക്കിയൊക്കെ പറഞ്ഞ പോലെയാന്ന് കേട്ടോ, കൊതിപ്പിക്കല്ലേ. ഇല്ല.